പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്നുള്ള ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും ദൈവാത്മാവ് പകരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആശ്രയം പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പലപ്പോഴും നമ്മുടെ ആശ്രയം മറ്റുള്ളവരിൽ നാം സമർപ്പിക്കുമ്പോൾ, മറ്റു പല മേഖലകളിലും നമ്മുടെ ആശ്രയം സമർപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്ന നിന്റെ ആശ്രയം ദൈവത്തിൽ സമർപ്പിക്കുക. മനുഷ്യരിലെ ആശ്രയങ്ങൾ വൃഥാവാകുമ്പോൾ, പ്രഭുക്കന്മാരിലെ ആശ്രയങ്ങൾ വൃഥാവാകുമ്പോൾ, ധനാഢ്യന്മാരിലെ ആശ്രയങ്ങൾ വൃഥാവാകുമ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് തിരുവചനത്തിൽ കൂടി ചെറിയ സന്ദേശത്തിൽ കൂടി അറിയിക്കുന്നതാണ്, നമ്മുടെ ആശ്രയം പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അതെന്തുമാകട്ടെ, ജീവിതത്തിലെ ഏത് വിഷയവും ആയിക്കോട്ടെ, നമ്മളെക്കൊണ്ട് സാധിക്കാൻ കഴിയാത്ത വിഷയമായിക്കോട്ടെ, മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത വിഷയമായിക്കോട്ടെ, എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, ഏത് വിഷയമാണെങ്കിലും സർവശക്തനായ ദൈവത്തിൽ ഫലമേൽപ്പിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം ആ വിഷയത്തിന് മേലൊരു പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു ചിന്ത ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളാണ് ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പം നമ്മുടെ വിഷയങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് നമ്മുടെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. എന്നാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ബുദ്ധിക്കൊത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കഴിവിനൊത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിനൊത്ത്, നമ്മുടെ മുന്നോട്ടുള്ള നോളജിനൊത്ത് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാധ്യം അല്ലാതായി മാറുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ സ്വന്തം വിവേകത്തിൽ നമ്മുടെ ബുദ്ധിക്കൊത്താണ് നാം പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നത്. നമ്മുടെ ബുദ്ധിക്കൊത്തോ നമ്മുടെ ജ്ഞാനത്തിനൊത്തോ നമ്മുടെ വിവേകത്തിനൊത്തോ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മൾ പറയാറുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നോളജുണ്ട്, എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നുള്ള അഹംഭാവം ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ വചനം പറയുന്നു, നീ നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ ബുദ്ധിക്കോ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ നീ വിഷയങ്ങളെ ഏൽപ്പിക്കാതെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയം എന്താണെങ്കിലും ദൈവാത്മാവ് അവിടെ നമുക്ക് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെ ആക്കും. അപ്പം എല്ലാ വഴികളിലും, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിലും, എൻ്റെ യാത്രകളിലും, എൻ്റെ വിഷയങ്ങളിലും
എൻ്റെ വിഷയങ്ങൾ എന്തായാലും ഞാൻ ദൈവത്തെ സമർപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവാത്മാവ് എൻ്റെ വഴികളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, സ്വന്തം ജ്ഞാനത്തിൽ സമർപ്പിക്കാതെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അവിടെ വ്യക്തമായി വിളിച്ചു പറയുക. അപ്പോൾ മനുഷ്യനിൽ ആശ്രയം വെച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. നമ്മുടെ വിഷയം എന്തും ആയിക്കോട്ടെ, സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ വിഷയങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി മുന്നോട്ട് പോകാം. എല്ലാ ഭാരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം വിടുവിക്കുമാറാകട്ടെ. സ്തോത്രം.